ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ ഇന്നലെ വാഴ ഫിലിം കണ്ടിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ പടം രക്ഷയില്ലാത്ത മൂവിയാണ്, അതിഗംഭീരം. ഞാൻ ഭയങ്കര ഇമോഷണലായി പടം. കാരണം എനിക്ക് എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരുപാട് സംഭവങ്ങളുള്ളൊരു മൂവിയായിരുന്നു. രക്ഷയില്ല. ആനന്ദ് മേനോൻ ഡയറക്ടർ. ബ്രോ, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആ ടീനേജ് 90 കാലഘട്ടങ്ങൾ, ഈവൻ നമ്മുടെ 10th പ്ലസ് 2 കാലഘട്ടങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഈ പടത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വിപിൻ ദാസ് റൈറ്റർ ആളാണ്, പ്രൊഡ്യൂസർ ആളാണ്, ഹാരിസ് പ്രൊഡ്യൂസർ, അനീഷ് ബിബി പ്രൊഡ്യൂസർ, ഒരുപാട് പേര്, അനിക് മേനോൻ മ്യൂസീഷ്യൻ. പിന്നെ ഇതിൽ അഭിനയിച്ചുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പേര് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അച്ഛന്മാരുടെ പേര് പറയണം എന്തായാലും. ജഗദീഷ്, ഹസീൻ നെടുമങ്ങാട്, കോട്ടയം നസീർ, പിന്നെ നമ്മുടെ സിജോ സണ്ണി. മോനെ, ഞങ്ങളെ ഗുരുവായൂർ അമ്പലം നടയിൽ നമുക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടതാണ്. ഇതിന് നമുക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. കോമഡി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന അവർക്ക് സാധനങ്ങൾ. അയ്യോ, പ്രണയത്തിന്റെ സീനായാലും സ്കൂൾ ലൈഫിലെ സീനായാലും വീട്ടിലെ സീനായാലും ഒക്കെ ഒരു രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമോൻ ജ്യോതിർ, ഞാൻ ഇയാളുടെ ഫാനായിട്ട്, ഞാൻ ഗുരുവായൂർ അമ്പലം നടയിൽ ഫിലിം കാണുന്ന സമയത്ത് തന്നെ കട്ട ഫാനായതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഫാൻ ഒന്നും കൂടി നിങ്ങളുടെ ഫാനായി. ഈ പടത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ എനിക്ക് ജോമോൻ ജ്യോതിറാണ്. പിന്നെ ഹാഷിർ നമുക്കറിയാം, സോഷ്യൽ മീഡിയ തകർപ്പനാണ്, കിടുവാണ്. പക്ഷെ ആൾക്ക് ഇതിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള റോൾ ഉണ്ടായിരുന്നില്ല. ഉള്ള റോൾ ആൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിലാണ് ആൾക്ക്. പിന്നെ സാഫ് ബോയ്, രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. കോട്ടയം നസീർ, നൂബി മാർക്കൂസ്, ഫാദറിന്റെ റോളാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജോമോന്റെ. എന്റെ മോനെ, രണ്ടാൾ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ലാട്ടെ. രണ്ടാൾ അച്ഛനും മോനൊന്നും പറയില്ല. ആ രീതിയിലുള്ള അങ്ങനത്തെ കാസ്റ്റിംഗ് ആയി പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള കാസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ അമിത് മോഹനൻ, എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, പിന്നെ അമ്മ റോള് ചെയ്തിട്ടുള്ളവര് എല്ലാവരും, കാമുകി റോള് ചെയ്തിട്ടുള്ളവരൊക്കെ ഗംഭീര അഭിനയം. നമ്മുടെ 90 കാലഘട്ടങ്ങൾ നമ്മൾ സ്കൂൾ ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ, പ്രണയം, വീട്ടിൽ നിന്ന് കേൾക്കുന്ന, അവൻ്റെ ഒപ്പം നടന്ന ശരി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവൻ്റെ കൂടെ എൻ്റെ മോൻ നശിച്ചു, അവൻ്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ നീയും കൂടി നാശം, അങ്ങനെ കേട്ട് മടുത്തുള്ള ഒരുപാട് സബ്ജക്റ്റ് നമ്മൾ കേൾക്കുകയാണ്. വീണ്ടും സിപ്പപ്പും ഐസ്ക്രീമും ഒക്കെ ഞാൻ ശരിക്കും നോസ്റ്റ് അടിച്ച് മരിച്ചു. പിന്നെ ഇന്റർവെല്ലിന് ഫുള്ള് ചിരിക്കാരും തിയേറ്ററിൽ പൊട്ടിച്ചിരി നടന്നു. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം അവസാനത്തെ 20 മിനിറ്റ് നമ്മൾ ഇമോഷണലി എന്ന് പറഞ്ഞാണ്ടല്ലോ, അത്ര ഇമോഷണലി ആയി. എൻ്റെ കണ്ണിൽ ശരിക്കും വെള്ളം വന്നു. കാരണം നമ്മളെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളായാലും, നമ്മളെല്ലാവരും വാഴകളാണ്. എന്നെയൊക്കെ നമ്മളെ വീട്ടിൽ എനിക്കൊരു ടീം ഉണ്ടായിരുന്നു, അവിടെ അവർക്ക് പറയാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അവൻ്റെ ഒപ്പം നടക്കരുതെന്നൊക്കെ പറഞ്ഞ് കേട്ടും അടുത്തുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ലിക്കർ കഴിച്ചതും, പ്രശ്നങ്ങളുണ്ടോ വീട്ടിൽ, പ്രശ്നം ഉണ്ടായി പിടിച്ചതും, ഇങ്ങനെ അവൻ്റെ ഒപ്പം നടന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കേട്ട് മടുത്തുള്ള സബ്ജക്റ്റ്. പ്രണയം പൊട്ടിയിട്ടുള്ള കള്ളുപിടി, നോസ്റ്റ്. പക്ഷെ എനിക്ക് ആ ക്ലൈമാക്സിലെ കുറച്ച് സീനുകൾ അച്ഛനായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് മാതാപിതാക്കളും അച്ഛനും മക്കളും കൂടി കാണേണ്ട പാടാട്ടത്. യാതൊരു സംശയമില്ല, അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ എല്ലാവരും, ഇത് ശരിക്കൊരു ഫാമിലി മൂവി എന്ന് ഞാൻ പറയുള്ളൂ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് കാണേണ്ട പാടാണ്. പക്ഷെ മക്കളെ വളർത്താനും ഓവർ ഫ്രീഡം എടുത്ത് അവർക്ക് കൊടുത്താലുള്ള ബുദ്ധിമുട്ടും, തീരെ ഫ്രീഡം ഇല്ലാണ്ട് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മക്കളെ വളർത്തിയുള്ള ബുദ്ധിമുട്ടും, ശേഷം അവരൊപ്പം അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പഠിച്ച് വലുതായ ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കും ഡോക്ടർ, എഞ്ചിനീയർ ആവാനൊന്നും പറ്റില്ല, എല്ലാവർക്കും കലാകാരന്മാരാവാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ദൈവത്തിന്റെ ഒരു ഇതും കൂടി, ബ്ലസ്സും കൂടി വേണം. ക്ലൈമാക്സിൽ സംഭവം കാണിക്കുന്നുണ്ട് വാഴകൃഷിയുടെ. അതൊക്കെ വലിയ സംഭവമാണ്. ഒരുപാട് സംഭവങ്ങൾ, ജ്യോതിഷം പറയുന്നില്ല, അതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീശയായി പോവും. രക്ഷയില്ലാത്ത പടം, അങ്ങേയറ്റം എൻജോയ് ചെയ്തു. അതിഗംഭീരാണ്. പോയി തിയേറ്ററിൽ ഫാമിലി ആയിട്ട് കാണും, ഒന്നും അലയിക്കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി. കൂട്ടുകാരന്മാരായിട്ടും പേരൻസ് ആയിട്ടും ഫാമിലി എല്ലാവരും, ഇപ്പം ഈവൻ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റും. നല്ലൊരു മെസ്സേജും കൂടിയുള്ള പടാട്ടോ. ന്യൂജന്റെ രീതിയിൽ ഇവരൊക്കെ എഫേർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഒന്നും ആലോചിക്കാണ്ട് പോയി ടിക്കറ്റ് എടുക്കുക കാണും. ഓക്കെ, ബൈ.